ഒരു കാലത്ത് എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ഉണ്ടായപ്പോൾ പപ്പ ഞാൻ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം മതി, ദിസ് ഈസ് ഇനഫ്. വല്ലാതെ സങ്കടം തോന്നുമ്പോൾ, ചങ്കൊന്ന് പിടയുമ്പോൾ ആരെങ്കിലും നമ്മളെ കേൾക്കാനുണ്ടെങ്കിൽ എന്തൊരു ആശ്വാസമായിരിക്കും എന്നറിയുമോ? ആത്മഹത്യയുടെ മുനമ്പേ നിൽക്കുമ്പോൾ രണ്ട് കണ്ണുകൾ നമ്മളെ നോക്കി പറയാതെ പറയുകയാണ്, നിങ്ങൾ പോയാൽ പിന്നെ എനിക്ക് ആരാണ് മടങ്ങി വരും, എനിക്ക് വേണ്ടി മടങ്ങി വരൂ എന്ന ഭാവത്തിൽ രണ്ട് കണ്ണുകൾ നമ്മളെ നോക്കിയാൽ ഒരാൾക്ക് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങി പോകാൻ പറ്റില്ല. മനുഷ്യനെ വല്ലാതെ അൺകണ്ടീഷനായിട്ട് സ്നേഹിക്കുന്ന ഒരു ജീവിയാണ് നായ എന്ന് പറയുന്നത്. നായും മനുഷ്യരും തമ്മിലുള്ള ആത്മബന്ധം പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതാണ് മഹേഷ് ചേട്ടനും ബഡ്ഡിയും തമ്മിലുള്ള ഒരു വല്ലാത്തൊരു റിലേഷൻഷിപ്പ്. മഹേഷ് ചേട്ടനും ബഡ്ഡി വെറും ഒരു വളർത്തുനായല്ലായിരുന്നു, മകനെ പോലെയായിരുന്നു. മഹേഷ് ചേട്ടൻ പറഞ്ഞ മകനെ പോലെയല്ല, എൻ്റെ മകനാണ് ബഡ്ഡി എന്നാണ് പറഞ്ഞത്. അത്രമാത്രം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു ആത്മബന്ധമാണ് മഹേഷ് ചേട്ടനും ബഡ്ഡിയും തമ്മിൽ. അത് എല്ലാ ബർത്ത്ഡേ, ഫ്രം ദ ഫസ്റ്റ് ബർത്ത്ഡേ ടു ടിൽ ഹിസ് 5th ബർത്ത്ഡേ, എല്ലാ ബർത്ത്ഡേയും കേക്ക് കട്ട് ചെയ്ത് ആ ക്യാൻഡിലൊക്കെ വെച്ച് കേക്ക് കട്ട് ചെയ്തിട്ട് അവന് കൊടുക്കും ആ കേക്ക് മുഴുവനും. ഞങ്ങൾ വേറെ കേക്ക് മേടിക്കും, കാരണം അവന് അറിയാലോ ഡോഗ്സിന് ചോക്ലേറ്റ്സ് പാടില്ല, ചില എസൻസ് പാടില്ല, ചില കാര്യങ്ങൾ പാടില്ല. സോ അവർ കഴിക്കാവുന്ന ഡോഗിന് അലോ ചെയ്തിട്ടുള്ള കേക്ക് മേടിച്ചിട്ട് നമ്മൾ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ വേറെ കേക്ക് മേടിച്ചിട്ട് അവനൊപ്പം ഇരുന്ന് എൻജോയ് ചെയ്യുമായിരുന്നു. ബഡ്ഡി എന്നാണ് അവൻ്റെ പേര്. അവനിപ്പോൾ ഒരു 2 ദിവസം മുമ്പ് എന്നെ വേർപിരിഞ്ഞ് പോയി. ഞാൻ വിചാരിച്ചില്ല, പ്രതീക്ഷിച്ചതല്ല. അവൻ്റെ ആ പോക്കവ അങ്ങനെ എന്നെ എത്രയും പെട്ടെന്ന് വിട്ടു പോകുമെന്ന് ഞാൻ വിചാരിച്ചതല്ലേ. കുറച്ചു ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നു. എൻ്റെ മകൻ ബഡ്ഡി ഇന്ന് ഉച്ച കഴിഞ്ഞ് മരിച്ചു. ഹൃദയസ്തംഭനമായിരുന്നു. അവൻ എന്നെ വലിയൊരു ഇരുട്ടറയിൽ ഒറ്റയ്ക്കാക്കി ഒന്ന് യാത്ര പോലും ചോദിക്കാതെയാണ് മടങ്ങിപ്പോയത്. പ്രിയപ്പെട്ട ബഡ്ഡി, നിന്നെപ്പോലൊരു നായെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സൗമ്യനും അനുസരണയുള്ളവനും സ്നേഹനിധിയുമായ എൻ്റെ സുഹൃത്ത്, നീ എൻ്റെ ജീവിതം മുമ്പത്തേക്കാൾ വർണ്ണാഭമാക്കി. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അടുത്ത ജന്മത്തിൽ കാണും വരെ ശ്രദ്ധിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യൂ. ഗോയിങ് ടു മിസ് യു ഡിയർ. വലിയ വയസ്സൊന്നുമില്ല കേട്ടോ. എൻ്റെ മോന് 5 വയസ്സ് കഴിഞ്ഞ് 6 വയസ്സിങ്ങനെ ആയിട്ടില്ല. 2018 മാർച്ചിനാണ് ഞാൻ അവനെ കൊണ്ടുവരുന്നത്. അവനെ കൊണ്ടുവരുമ്പോൾ ഒരു പഞ്ഞിക്കട്ട പോലെ ഒരു ബോൾ പോലെയായിരുന്നു അവന് 45 ദിവസം പ്രായം. അതായത് അമ്മ ഡോഗിൽ നിന്നും പാലുകൂടി കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് തുടങ്ങാം എന്ന് പറയുന്ന അവസ്ഥ. എന്നാലും നമ്മൾ പാലൊക്കെ തന്നെ കൊടുക്കുന്ന ഒരു അവസ്ഥയിലാണ് അവൻ വരുന്നത്. ബടിക്കുട്ടൻ ഒരു പഞ്ഞിക്കട്ട പോലത്തെ ഒരു സാധനമായിരുന്നു അവൻ. അപ്പോൾ എനിക്ക് കുറേ എൻ്റെ ആഗ്രഹങ്ങൾ, പെയിനുകൾ എല്ലാം ഇവനിലോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് അത് കുറേ റിലീഫ്. നമ്മൾ നോക്കൂ, ഇപ്പം നമ്മൾ ഒരു പെട്ടിക്കകത്ത് ഒരുപാട് സാധനങ്ങൾ നിറച്ച് കഴിഞ്ഞാൽ ആ പെട്ടി നിറയും. കുറേ നമ്മൾ എടുത്ത് മാറ്റുമ്പോഴല്ലേ പിന്നെ അതിനകത്ത് സ്പേസ് ഉണ്ടാവും. അതുപോലെ നമ്മൾ പറയാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ഇതങ്ങ് നമ്മുടെ മനസ്സിനെ എടുത്തങ്ങ് മാറ്റുമ്പോഴേ നമുക്ക് പുതിയ കാര്യങ്ങൾ കയറ്റാൻ നോക്കുള്ളൂ. മറ്റത് പുതിയ കാര്യങ്ങൾ നമ്മൾ കയറ്റുകയും ചെയ്യും, പഴയത് അവിടെ നിറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് പൊട്ടുക എന്ന് പറയത്തില്ല, ചങ്ക് പൊട്ടുക എന്നൊക്കെ പറയത്തില്ല, ആ ഒരു അവസ്ഥയിലോട്ട് വരും. ആ ഒരു അവസ്ഥ വന്നാൽ എനിക്ക് ഏറ്റവും വലിയ റിലീഫായിരുന്നു ഇത്. തോം 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 ഒരു മുறை വന്ന് പാർത്തായോ തോം തോം തോം. ഞാനിപ്പോൾ ഇവനെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇവനെ എന്തുകൊണ്ട് ആനിമൽ ഹോസ്റ്റലിലാക്കിയിട്ട് വൈ കാണ്ട് യു ഗോ ഫോർ ഷൂട്ടിംഗ് ഓർ ഗോ എബ്രോഡ് എനിവേർ യുനോ വൈ കാണ്ട് യു ട്രാവൽ ഈവൻ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെ വിട്ടിട്ട് പോകുമ്പോൾ അവന് ഉണ്ടാകുന്ന വിഷമം അവന് പറയാൻ പോലും ഒക്കില്ലല്ലോ. കാരണം അവന് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ ആ വിഷമം അവൻ എങ്ങനെ ഓവർകം ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ വേണ്ട, അതിനേക്കാൾ ഒന്നല്ല പോകാതിരിക്കുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ എൻ്റെ മൂത്ത മോളുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ ലണ്ടനിൽ, മോള് കല്യാണം കഴിഞ്ഞ് ഇംഗ്ലണ്ടിലോട്ടാണ് പോയത്. അപ്പോൾ അവിടുത്തെ റിലേറ്റീവ്സിന് വേണ്ടി നടത്തിയിട്ടുള്ളൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോകണം. എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ റിസപ്ഷനാണല്ലോ, അച്ഛൻ എന്നുള്ള ഇതിൽ ഞാൻ പോകണമല്ലോ. പക്ഷേ എൻ്റെ വൈഫ് പോയി, എൻ്റെ ഇളയ മോള് പോയി, ഞാൻ പോയില്ല. ഞാൻ ഇവന് വേണ്ടി ഇവിടെ ഐ സ്റ്റേറ്റ് ബാക്ക്. മാത്രമല്ല അത്യാവശ്യം എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഷൂട്ടിങ്ങിന് പോലും ഞാൻ ഇവനെ കൊണ്ടുപോകും. കാരണം അതിനുശേഷമുള്ള സമയം എനിക്ക് അവനോട് പിരിക്കാലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഒരു ഭ്രാന്തമായൊരു അടുപ്പം ഉണ്ടായിപ്പോയി എനിക്ക്. ഞാൻ കട്ടിലിൽ കിടന്നിട്ട് ഞാൻ കമന്ന് കിടക്കും. അപ്പോൾ എൻ്റെ ഒരു കൈ കട്ടിലിൻ്റെ വെളിയിൽ കൂടെ വന്നിട്ട് ഈ താഴെ വരുമ്പോൾ ആ കട്ടിൽ എൻ്റെ കൈയുടെ അടിയിൽ വന്നിട്ട് ഇവൻ കിടക്കും.
എന്നിട്ട് ഞാൻ ഇവനെ തടവി കൊടുത്തിട്ട് നമ്മൾ പതുക്കെ ഉറക്കം പോകുമല്ലോ, ഉറക്കത്തിലോട്ടാകുമ്പോൾ ഈ തടവ് നിൽക്കുമല്ലോ. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കൈ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൈ പൊക്കി എൻ്റെ കൈയുടെ മേളിൽ വെക്കും. അപ്പോൾ എൻ്റെ കൈ അവൻ്റെ ഫേസിൽ ഇങ്ങനെ അമർന്നിരിക്കുമല്ലോ, ഇങ്ങനെ ഇവൻ കൈ ഇങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ വിടൂല. വണ്ടിയിൽ പോകുമ്പോൾ അവൻ കുടിച്ചുകൊണ്ടിരുന്നതാണ്. വീട്ടിലാണെങ്കിൽ ഇതിനകത്താണ് അവൻ്റെ വെള്ളം കുടി, ഇതിനകത്ത് വെള്ളവും ഇതിനകത്താണ് അവൻ്റെ ആഹാരവും. പിന്നെ എത്രയോ പ്രാവശ്യം ആഹാരം കഴിച്ചിരുന്ന് മാത്രം എൻ്റെ മോൻ. എപ്പോഴും ഞാൻ വെളിയിലോട്ട് പോകാൻ നേരത്ത് ബടി ബാ ടാറ്റ ടാറ്റ പോവാന്ന് പറയുമ്പോൾ ചാടി എഴുന്നേറ്റിട്ട് പിന്നെ ഞാൻ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പാടില്ല. അവൻ ബാ പോവാന്നുള്ളു. പിന്നെ അവൻ റെഡിയാണ് ടാറ്റ ടാറ്റ പോവാൻ. വണ്ടിയിൽ യാത്ര ചെയ്യാൻ ചാടി കയറിയിട്ട് വണ്ടിയിൽ വന്ന് ഇരിക്കും. ഇപ്പോഴതുകൊണ്ട് ഞാൻ അവൻ പോയതിനു ശേഷം അവൻ്റെ ലീഷ് ഞാൻ ആ വണ്ടിയിൽ തന്നെ വെച്ച ഒരു സീറ്റ് അവന് വേണ്ടി ഞാൻ മാറ്റി വെച്ച് ആ ലീഷ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് അവനെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നൊരു തോന്നലിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചത്. മാത്രമല്ല ഈ കാറ് തുരുമ്പിച്ച് പോയാൽ പോലും ഈ കാറിന് കൊടുക്കരുത്. കാരണം അവൻ്റെ ഏറ്റവും ഫേവറേറ്റ്, അവൻ്റെ വിചാരം ഇത് അവൻ്റെ വണ്ടിയും ഞാൻ അവൻ്റെ ഡ്രൈവറും ആണെന്നുള്ളതായിരുന്നു ആ കാറിനെ സംബന്ധിച്ച് വരുമ്പോൾ. കാരണം അവൻ വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു വണ്ടിയിൽ. വണ്ടി യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവന്. അതായത് ഇവൻ്റെ ഈ മോസ്റ്റ് ഓഫ് ദി ഗോൾഡൻ റിട്രീവേഴ്സിൻ്റെ അവരുടെ ഏറ്റവും വലിയ വിനോദം, അവരുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് ബോളുകളാണ്. ഭയങ്കര ഇഷ്ടമാണ് ഈ പന്തുകൾ. അപ്പോൾ ഇവൻ ഇടയ്ക്കിടയ്ക്ക് അവന് തന്നെ തോന്നും ഐ ഷുഡ് ബി മോർ ആക്റ്റീവ് എന്ന് തോന്നുമ്പോൾ അവന്മാർ തന്നെ ഈ കുറേ പന്തുകളുണ്ടെങ്കിൽ അവന് ഏറ്റവും ഇഷ്ടം ഈ ടെന്നീസ് ബോളായിരുന്നു. അപ്പോൾ അവൻ അത് കടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് തരും. ആദ്യമൊന്നും തരൂല, കുറച്ച് ബലമൊക്കെ പിടിച്ചിട്ട് നമ്മളത് ഫോഴ്സ്ഫുള്ളി അവൻ്റെ ഒന്ന് മേടിക്കണം, എന്നിട്ട് അത് എറിഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവൻ ഓടിപ്പോയി അത് എടുത്തിട്ട് തിരിച്ചു കൊണ്ട് തരും. അങ്ങനെ ഒരു 10-12 പ്രാവശ്യമൊക്കെ ആകുമ്പോഴേക്കും അവന് തോന്നും ഇനഫ്, ഇനി എക്സസൈസ് വേണ്ട എനിക്ക് എന്ന് തോന്നുമ്പോൾ ഇവനെ കുറച്ച് കഴിയുമ്പോൾ കാണൂല. അപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും, പക്ഷേ കുറച്ച് പേര് കാണുമ്പോൾ ബഡി എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അവൻ ആ ബോൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കിടപ്പുണ്ടാകും. കാരണം നമ്മൾ അവിടെ നിന്ന് പോലും എടുത്തിട്ട് വീണ്ടും എറിഞ്ഞു കൊടുക്കരുത്. ബസ് ദിസ് ഈസ് ഇനഫ്, ദിസ് ഈസ് ഗുഡ് ഇനഫ് ഫോർ എ ഡേ എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് കിടക്കും. അപ്പോൾ പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലാക്കാൻ അധികം അങ്ങനെ പറ്റിയില്ല. അവൻ സിക്കായി വരുന്നു, അവന് വയ്യാണ്ട് വരുന്നു. ഈ പാവത്വങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അത് പിന്നെ മാത്രം ലിവറിന് അസുഖം വരുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം ടു ദി എഡ്ജ് എത്തുമ്പോഴാണ് ലിവർ പറയുള്ളൂ ഓക്കെ ഐ ആം ഡാമേജ്ഡ് എന്ന് പറയുള്ളൂ. അപ്പോഴേക്കും ടു ബി ടു ലേറ്റ്. അപ്പം നമുക്ക് പിന്നെ റീകൂപ്പ് ചെയ്ത് വരാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ലിവറിൻ്റെ ഡാമേജാണ്. അവൻ്റെ പ്ലേറ്റ്ലെസ് കൗണ്ട് കൂട്ടി, അവൻ്റെ ഹാർട്ട് സ്വെല്ല് ചെയ്തും ട്രിപ്പിൾ ദ സൈസായി, അത് ലങ്സിനെ തട്ടി ലങ്സ് പ്രോപ്പറായിട്ട് ശ്വസിക്കാൻ പറ്റാതായി. അപ്പോൾ അവനങ്ങനെ ചുമ പോലെ വന്നു. അപ്പം ഞാൻ ചുമയ്ക്ക് ട്രീറ്റ് ചെയ്തു. ഈ ഡോക്ടർമാർ ഉടനെ ചുമയ്ക്കുള്ള മരുന്ന് കൊടുത്തു. എന്തുകൊണ്ട് ചുമ വന്നു എന്ന് അവർ നോക്കുന്നില്ല. ഞാൻ അന്ന് അവൻ പോകുന്ന ദിവസം ഞാൻ ഇവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഹാർട്ട് സ്വെല്ല് ചെയ്ത് 3 ട്രിപ്പിൾ ദ സൈസായി. അപ്പം അവിടുത്തെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അവർ 2 ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പോൾ അവൻ്റെ വയറിലും നീർക്കെട്ട് പോലെ ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. അവൻ്റെ ബോഡി മൊത്തം ഇങ്ങനെ ഷിവർ ചെയ്തു, ബാക്കിലോട്ട് ഇങ്ങനെ പോയിട്ട് ഷിവർ ചെയ്തിട്ട് കണ്ണ് സ്റ്റഡി ആകാണ്ട് ഇങ്ങനെ കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സ്ട്രെച്ചർ കൊണ്ടുവന്ന് ഇവനെ കയറ്റി അവനെ പൊക്കിയെടുത്തപ്പോൾ അവൻ്റെ തല ഇങ്ങനെ താന്നപ്പോഴേ വായിന്ന് ഇങ്ങനെ കുറേ സലൈവ ഇങ്ങനെ പോയപ്പോഴേ എനിക്ക് മനസ്സിലായി പോയി മോൻ പോകണം. അവിടെ കൊണ്ട് കയറ്റി ചൂട് കൂടുതലായതിൻ്റെ അവർ കോൾഡ് വാട്ടർ എനിമ കയറ്റിയപ്പോഴും എനിക്ക് തോന്നുന്നു ഫോഴ്സ്ഫുള്ളി അവരെന്തോ കയറ്റിയെന്ന് തോന്നുന്നു. കാരണം ആ ലിവർ വയറ് എന്തോ പോയി ഇത് ചെയ്ത് പെട്ടെന്ന് മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വന്നു, ലിവർ പോയി. അതുകൊണ്ടായിരിക്കണം എന്നില്ല കേട്ടോ, ഐ ഡോണ്ട് നോ. എനിക്ക് അതിന് മെഡിക്കലി നമുക്കതൊന്നും പറയാൻ പറ്റില്ല, അവരുടെ തെറ്റൊന്നും ആയിരിക്കില്ല. എനിവേ ബ്ലഡ് വന്നു. അങ്ങനെ പിന്നെ നിന്നില്ല, മോൻ പോയി. ഞാൻ വളരെ സങ്കടത്തോടെ അവനോട് ടാറ്റ പറഞ്ഞു, കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ ഉപയോഗിക്കാത്ത പുതിയതായിട്ട് എനിക്ക് കിട്ടിയ ഒരു നേരിയ മുണ്ട്, കസവ് നേരിയ മുണ്ട്, അതിൻ്റെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോഴും അവൻ്റെ ശരീരത്തിൽ ചൂടുണ്ട്. ഞാൻ തല പൊക്കിയിട്ട് അവർ ഞാനും കൊടുത്തു, ബോളും കൊടുത്തു, അവന് ഉമ്മയൊക്കെ കൊടുത്ത് അവന് തല എന്നെ കൊടുത്തിട്ട് പൊതിഞ്ഞെല്ലാം വെച്ചിട്ട് ഇങ്ങനെ പോന്നു. അവൻ്റെ കളിപ്പാട്ടമൊക്കെ വെച്ച് കൊടുത്ത് ആ മഞ്ഞ ബോളൊക്കെ വെച്ച് കൊടുത്ത്
കളിക്കട്ടെന്ന് വിചാരിച്ചു. ഇനി നല്ല ജന്മം എടുത്താൽ മതി അവൻ, പാവം. സോറി. എനിക്കൊന്നും തോന്നണില്ല. ഞാൻ പറയില്ല, ഞാനിപ്പം ടോട്ടലി ഒരു ശൂന്യതയിലാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ പപ്പ. ഇനി ഞാൻ ഏതെങ്കിലും കാര്യത്തിലൊക്കെ ഞാൻ എന്ത് കേട്ടോ എൻഗേജ് ആയില്ലെങ്കിലുള്ള കുഴപ്പം, എനിക്ക് ചിലപ്പം ഭ്രാന്തായി പോകുമെന്ന് പേര് എനിക്ക് പേടിയുണ്ട്. ഡിപ്രഷൻ വല്ലാണ്ട് വരുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അങ്ങനെയുള്ള ഇത് കരുതിയിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലല്ലല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവിടെ അങ്ങനത്തെ ബന്ധങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ അറ്റാച്ച്മെൻറ്റ്സോ ഒന്നും ഇല്ലല്ലോ. അവൻ എൻ്റെ കമാൻഡ് കേട്ട് എൻ്റെ മുഖത്ത് നോക്കി ഓരോന്നനുസരിച്ച് മാത്രം ശീലമുള്ള അവൻ ഇപ്പോൾ എവിടെയോ ഒറ്റയ്ക്കാണെന്നൊരു തോന്നല്. അപ്പം ഞാൻ അവനോട് പറയും, എൻ്റെ മനസ്സിന് ഞാൻ ഇപ്പം പറയും, മോനെ കൂട്ട ഒറ്റയ്ക്കല്ല, ഏത് ലോകത്താണെങ്കിലും അച്ഛൻ വരെ ബ്രേവായിട്ട് നിൽക്കുക. ഓക്കെ മടിക്കുട്ട, ലവ് യു സോ മച്ച്. ആൻഡ് ടു ഓൾ ഓഫ് യു, എന്നെ ലിസൺ ചെയ്തതിന്, എൻ്റെ ഈ വിഷമത്തിൽ എന്നോടൊപ്പം നിന്നതിന്, ഈ ഗ്രീഫിൽ എന്നോടൊപ്പം നിന്നതിനെല്ലാം താങ്ക് യു സോ മച്ച്.